നമ്മുടെ ജനന തീയതിയുമായി ബന്ധപ്പെട്ട ഒരു കോർ നമ്പർ അല്ലെങ്കിൽ ഒരു ലൈഫ് പാത്ത് നമ്പർ തന്നെയുണ്ട്. ഇതാണ് വിധി സംഖ്യ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ എന്ന് അറിയപ്പെടുന്നത്. ഇത് കണ്ടെത്തുന്നത് വളരെ ലളിതമാണ്. നമ്മൾ ജനിച്ച ദിവസം, മാസം, വർഷം ഇവയെല്ലാം കൂടി കൂട്ടി കിട്ടുന്ന ഒറ്റ സംഖ്യയാണ് നമ്മുടെ വിധി സംഖ്യ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലൈഫ് പാത്ത് നമ്പറിന് വളരെയധികം സ്വാധീനമുണ്ട്. നിങ്ങളിൽ അന്തർലീനമായിട്ടുള്ള ശക്തികളും ബലഹീനതകളും ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒന്നാണിത്. നിങ്ങളുടെ അന്തഃസത്തയിലേക്കൊരു വഴികാട്ടി കൂടിയാണ്. സ്വയം നിങ്ങളെ തിരിച്ചറിയാനും പ്രവർത്തിക്കാനും ഓർമ്മപ്പെടുത്താനുമുള്ള ഒരു മാർഗം കൂടിയാണ്. ലൈഫ് കോർ നമ്പർ അല്ലെങ്കിൽ ലൈഫ് പാത്ത് നമ്പർ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളിൽ ഒരു നമ്പറാണ്. നിങ്ങളുടെ ജീവിതഗതി ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സംഖ്യാശാസ്ത്രം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിധി സംഖ്യ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. പിന്നീട് നമുക്ക് ഓരോ വിധി സംഖ്യ പ്രകാരമുള്ള നമ്മുടെ ഫലങ്ങൾ നോക്കാവുന്നതാണ്. ഉദാഹരണത്തിനായി 15/11/1987 ജനിച്ച ഒരു വ്യക്തിയുടെ വിധി സംഖ്യ 6 ആണ്. ഇതിൻ്റെ സംയുക്ത സംഖ്യയായിട്ട് കിട്ടുന്നത് 33 ആണ്. അതിലെ 3ഉം 3ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിധി സംഖ്യയായി 6 കിട്ടുന്നു. ഇപ്രകാരം ഓരോ വ്യക്തിയും അവരുടെ വിധി സംഖ്യ കണ്ടെത്തുക. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ഒന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വിധി സംഖ്യ. ഇനി നമുക്ക് ഓരോ വിധി സംഖ്യയുടെയും ഫലങ്ങൾ നോക്കാം. ആദ്യം തന്നെ 1 വിധി സംഖ്യയായിട്ട് വരുന്നവരുടെ ഫലങ്ങളാണ് നോക്കുന്നത്. 10, 19, 28, 37, 46, 55, 64, 73, 82, 91, 100 എന്നീ സംഖ്യകൾ സംയുക്ത സംഖ്യയായിട്ട് വരുന്നവ കൂട്ടി കിട്ടുമ്പോഴാണ് നമുക്ക് വിധി സംഖ്യയായിട്ട് 1 കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലങ്ങളാണ് ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. വളരെയധികം പ്രത്യേകതയുള്ള വിധി സംഖ്യയാണ് 1. സൗരയൂഥത്തിൻ്റെ അധിപനായ സൂര്യഗ്രഹത്തിനാണ് ഇതിൻ്റെ സ്ഥാനമുള്ളത്. സൂര്യന് അധികാരവും ഉത്തരവാദിത്വവും കൂടുതലാണ്. അഗ്നിയാണ് ഇതിന് മൂലകമായിട്ട് വർത്തിക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ഇത് പ്രവർത്തിക്കുവാനുള്ള ഊർജ സ്രോതസ് തന്നെയാണ് ഇത് നൽകുന്നതും. 1 വിധിസംഖ്യയുള്ള വ്യക്തിയുടെ പ്രത്യേകതകളിലൊന്നാണ് വളരെയധികം കഠിനാധ്വാനിയായിരിക്കും, അച്ചടക്കമുള്ള വ്യക്തിയായിരിക്കും, ഉത്തരവാദിത്വം മനസ്സിലാക്കുന്ന ഒരാളുമായിരിക്കും, നേതൃത്വ പാടവം ഉണ്ടായിരിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തരുമായിരിക്കും. സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജീവിതത്തിൽ ഒരുപാടുള്ള ആൾക്കാരുമാണ്. പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. ഏത് കാര്യത്തിലായാലും ഇവർ മുന്നിലെത്താൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കാനായിട്ട് ഇവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമല്ല. ഏതൊരു കാര്യത്തിനിറങ്ങിയാലും ഇവരുടെ ആ നിൽക്കുന്ന വശം എപ്പോഴും ലീഡ് ചെയ്യും. അതുപോലെ ഇവർക്ക് ആത്മവിശ്വാസമുള്ള ആൾക്കാരുമാണ്. അതുപോലെ ഇനി നിങ്ങൾക്ക് ഈ 1 എന്ന സംഖ്യയാണ് വിധി സംഖ്യയായിട്ട് കിട്ടിയത് എങ്കിലും ഇതുവരെ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നുമല്ല നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കാത്തു നിൽക്കുക. നിങ്ങളുടെ ആ ഒരു ലോ വൈബ്രേഷനുള്ള സമയമാണ്. നിങ്ങൾ അതിൻ്റെ പൂർണ്ണ തോതിൽ അനുഭവിക്കുന്നതാണ്. സ്വയം നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഗുണങ്ങൾ തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ശരിയായിട്ടൊരു കാര്യം ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളുമാണ്. അതുപോലെ അടിയുറച്ച ഈശ്വരഭക്തിയോടെ നിൽക്കുന്ന ആൾക്കാരുമാണ്. ചില നേരങ്ങളിൽ നിങ്ങളുടെ തന്നെ വികാരങ്ങൾ നിങ്ങൾ മാനിക്കില്ല. നിങ്ങൾ നേതൃത്വത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ദേഷ്യം കാണിക്കുന്ന ആൾക്കാരുമാണ്. അതുപോലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്ന ചില ആൾക്കാരുമാണ്. അതിനെതിരെ നിങ്ങൾക്ക് വിമർശനവും നേരിടേണ്ടി വരും. നിങ്ങളെ വിമർശിക്കുന്നവരെ നിങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കുകയുമില്ല. അനുകൂലമായിട്ട് മറ്റുള്ളവർ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടിയാണ്. മറ്റുള്ളവർ എപ്പോഴും നിങ്ങൾക്ക് പിന്നിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അടിച്ചമർത്തൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരവസരം വരുമ്പോൾ നിങ്ങളത് മുതലെടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. അതിനു പുറമെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരെ സ്വന്തം കഴിവിൽ അവർക്ക് മേലധികാരിയായിട്ട് നിങ്ങൾ നിൽക്കുന്നതിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന പല സ്വഭാവ വിശേഷങ്ങളും ഉള്ള വ്യക്തികളുമാണ്. വളരെയധികം എഫക്റ്റീവായിട്ട് നിങ്ങൾ ലീഡർഷിപ്പിനെ കൈകാര്യം ചെയ്യും. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയും. ചെയ്യുന്ന തൊഴിലിൽ മനസ്സമാധാനം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ ബുദ്ധി സാമർഥ്യം കൊണ്ടായിരിക്കും നിങ്ങളുടെ സമ്പത്തും ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നത് തന്നെ. ഏതവസരത്തിലായാലും ഇവർ ജീവിക്കുവാൻ വേണ്ടി ക്ലേശിക്കേണ്ട ആവശ്യം വരികയില്ല. ഒരുപാട് അവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ്.
വളരെയധികം കഴിവുള്ളവരാണ്. എന്നിരുന്നാലും അതറിഞ്ഞ് വേണ്ട തരത്തിൽ അവരുടെ ആ ഒരു ജീവിതത്തെ വിനിയോഗിക്കുവാനുള്ള കഴിവും മനോബലവും ചില നേരങ്ങളിൽ ഇവർക്ക് ഉണ്ടാകാറില്ല. സ്വന്തം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ ഇവർ സന്നദ്ധരായിരിക്കും. എവിടെയും നല്ല മതിപ്പുണ്ടാകുന്ന വ്യക്തികളുമായിരിക്കും. ഏത് കാര്യത്തിലും ഇവർക്ക് പ്രസിദ്ധി നേടുന്ന ഒരു സ്വഭാവമുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്തൊന്നും അവർക്ക് ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ ജീവിതത്തിനും മറ്റുള്ളവർക്കും പ്രയോജനകരമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് ഇവർ ജീവിതത്തിൽ വിജയം നേടുക തന്നെ ചെയ്യും. അടുത്തതായി വിധിസംഖ്യ 2ൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം. 11, 20, 29, 38, 47, 56, 65, 74, 83, 92, 101. ഈ സംഖ്യകളൊക്കെ സംയുക്ത സംഖ്യയായിട്ട് കിട്ടിയതിന് ശേഷം വിധിസംഖ്യ 2 കിട്ടിയിട്ടുള്ളവരുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വിധിസംഖ്യ 2 എന്നത് ചന്ദ്രനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. ചന്ദ്രൻ വ്യക്തികളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നു. വ്യക്തിയുടെ അവബോധം, ശക്തി ഇവ കാണിക്കുന്ന ഒന്നാണ്. ചന്ദ്രൻ ജലമൂലകമായിട്ടുള്ള ഒന്നുമാണ്. മനുഷ്യൻ്റെ ശരീരവും 70% ജലനിർമ്മിതമാണ്. വേഗത്തിൽ ചലിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. മനസ്സിന് ഊർജ്ജസ്വലതയുള്ള വ്യക്തികളായിരിക്കും. ചിന്തകളെ ഉണർത്തുന്ന ഒന്നാണ് വിധിസംഖ്യ 2 ഉണ്ടാകുന്നത് തന്നെ. അതുപോലെ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ജീവിതത്തിൽ എപ്പോഴും ഒരു ബാലൻസ് നിലനിർത്തി കൊണ്ടുപോകുന്ന വ്യക്തികളുമായിരിക്കും. കാര്യങ്ങൾ എല്ലാ വശവും നോക്കി നയപരമായിട്ട് തീരുമാനിക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരായിരിക്കും. എന്തും തുറന്നു പറയുകയും ചെയ്യും. യാതൊരു അധികാരവും കാണിക്കില്ല, ഗർവും കാണിക്കില്ല. കരുതലും സ്നേഹവും ഉള്ള വ്യക്തികളായിരിക്കും. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം എപ്പോഴും നടത്തും. വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു ടീം വർക്കിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ശോഭിക്കുകയും ചെയ്യും. വളരെയധികം ദയാലുവായിട്ടുള്ള സ്വഭാവം ഇവർ എല്ലാവരോടും കാണിക്കും. വളരെയധികം കമ്പാഷൻ ഇവർ കാണിക്കും മറ്റുള്ളവരോട്. അതുപോലെ മറ്റാരെയും നോവിക്കാതെ ഇവർ തന്ത്രപരമായിട്ട് അഭിപ്രായങ്ങൾ പറയും. കാര്യങ്ങൾ പരിഹരിക്കുവാനും വളരെയധികം മിടുക്കുള്ളവരാണ്. അതുപോലെ മറ്റുള്ളവരെ പറഞ്ഞ് നിയന്ത്രിച്ച് നിർത്തുന്നതിൽ കഠിനമായിട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ അവരുടെ സുഹൃത്തുക്കളോ അവരുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ ആണെങ്കിൽ അവരെ എന്ത് കഠിനമായ പ്രശ്നങ്ങളിൽ നിന്നും ഇവർ നിയന്ത്രിച്ച് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച തന്നെ കാണാം. വളരെ വീക്കായിട്ടുള്ള വ്യക്തികളുടെ സുഹൃത്തുക്കളായിട്ട് ഇവർ ഉണ്ടെങ്കിൽ ആ വ്യക്തികൾ വളരെയധികം രക്ഷപ്പെടുന്നതാണ് ഇവർ മൂലം. ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വിചാരിച്ചിരിക്കാതെയാണ് സംഭവിക്കുക തന്നെ. സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എങ്കിലും ഏത് കുഴപ്പത്തിൽ ചെന്ന് ചാടിയാലും അസാമാന്യമായിട്ടുള്ള ആ ഒരു മനസാന്നിധ്യം അവർക്കുണ്ടായിരിക്കും. ന്യായത്തിനു വേണ്ടി ഇവർ നില ഉറപ്പിക്കുന്നവരാണ്. അതുപോലെ ത്യാഗസന്നദ്ധരായിട്ട് ഇവർ നിൽക്കും. ഇവരുടെ വാക്സാമർഥ്യവും ഇവരുടെ പ്രത്യേക ഒരു സ്വഭാവ വിശേഷവും കൊണ്ട് ശത്രുക്കളിൽ പോലും സ്വാധീനമുണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. അതുപോലെ ഇവരുടെ സ്വാധീന ശക്തിയൊന്നും ഇവർ ദുർവിനിയോഗം ചെയ്യുകയുമില്ല. ഇവരുടെ ജീവിതത്തിലെ ചില ബലഹീനതകളുമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി, ഒരു ആക്ഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയുന്നവരാണ്. ഒരുപാട് സമയം അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയും. അതുപോലെ മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം സമാധാനം കളയാനായിട്ട് ചില അവസരങ്ങളും അവർക്ക് നേരിടേണ്ടി വരും. മറ്റുള്ളവർ ഇവരെ മുതലെടുക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. വളരെ സെൻസിറ്റീവായിട്ട് സങ്കടങ്ങൾ ബോധിപ്പിച്ച് ഇവരെ മുതലെടുക്കാനായിട്ടും, അതേസമയം ഇവരിൽ നിന്നും സഹായം ഏറ്റുവാങ്ങിയ പലരും ഇവരെ വിലമതിക്കാതെ പോകുകയും ചെയ്യും. വളരെയധികം സാഹസത്തോടെ ഇവർ മറ്റുള്ളവരെ സഹായിക്കും. എങ്കിലും അവസാനം വെള്ളത്തിൽ വരച്ച വര പോലെ ഇവരുടെ പ്രയത്നമോ സഹായമോ ഒന്നും ഓർമ്മിക്കപ്പെടാതെ പോകുന്ന അവസരമുണ്ടാകും. അതുപോലെ ഇവർ സ്വന്തമായിട്ട് ഇവരെ തന്നെ ഒന്ന് സ്നേഹിച്ച് ഇവരെ ഒന്ന് മനസ്സിലാക്കി ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം ഉയർച്ചയിലേക്ക് തന്നെ പോകും. എന്തെങ്കിലും ആലോചനയിൽ വരുന്ന പാകപ്പിഴകൾ കൊണ്ട് ഇവർ ആപത്തിലേക്ക് പോയാലും അചഞ്ചലമായ ഈശ്വര വിശ്വാസം ഇവരെ രക്ഷിക്കുക തന്നെ ചെയ്യും. അടുത്തതായി നിങ്ങളുടെ വിധിസംഖ്യ അല്ലെങ്കിൽ ലൈഫ് പാത്ത് നമ്പർ 3 ആയിട്ട് കിട്ടിയിട്ടുള്ളവരുടെ ഫലങ്ങൾ നോക്കാം. 12, 21, 30, 39, 48, 57, 66, 75, 84, 93, 102 ഇത്രയും സംഖ്യകൾ സംയുക്ത സംഖ്യകളായിട്ട് കിട്ടിയതിന് ശേഷം 3 എന്ന വിധിസംഖ്യയിലേക്ക് പോയവരുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സൗരഗ്രഹത്തിൽ തന്നെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴമാണ് ഇതിൻ്റെ ഗ്രഹമായിട്ടുള്ളത്. നമ്പർ 3 ആണ് ഈ ഗ്രഹത്തിന് പ്രതീകമായിട്ടുള്ളത്.
ആത്മീയതയിലൂന്നിയ ഒരു സംഖ്യയാണ് ഇത്. വൈകാരികത എന്നാൽ ഇവരുടെ കുടുംബത്തിനും സമൂഹത്തിനും മൂല്യങ്ങളും ധാർമ്മികതയും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും. ഇതിൻ്റെ മൂലകമായിട്ടുള്ളത് വൃക്ഷമാണ്. അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് വളരെ ശക്തവും വിശ്വസിക്കാനാവുന്നതും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്നവരുമാണ്. കുടുംബത്തിനെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. വളരെയധികം ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവർ സംഗീതത്തിലോ സാഹിത്യത്തിലോ ഒക്കെ കഴിവുള്ളവരായിരിക്കും. അതുപോലെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള കഴിവുള്ള ആൾക്കാരാണ്. കാഴ്ചയിൽ കുറച്ച് ഷൈ ആയിട്ട് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അവർ ജന്മസിദ്ധമായിട്ട് കുറേ കഴിവുകളുള്ള വ്യക്തികളായിരിക്കും. വളരെയധികം ടാലൻ്റുള്ള വ്യക്തികൾ എന്ന് തന്നെ ഇവർ അറിയപ്പെടുന്നതാണ്. അതുപോലെ ഈ പറയുന്ന ഫലങ്ങളൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഒരു ശരിയായിട്ടുള്ള ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ല. ലോ വൈബ്രേഷനിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ യഥാർത്ഥ ആ ഒരു ടൈം ശരിയായിട്ടും പ്രവേശിക്കും നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ശരിക്കും നിങ്ങളുടെ ആ ഒരു സമയത്തിലേക്ക് വരുമ്പോൾ, ആ ജീവിതത്തിൻ്റെ യഥാർത്ഥ സമയത്തിലേക്ക് വരുമ്പോൾ ശരിയായിട്ടുള്ള ഫലങ്ങൾ ശരിക്കും നിങ്ങൾ ആസ്വദിക്കുന്നതാണ്. അതുപോലെ ചില ബലഹീനതകളും ഉണ്ടാകാം. പക്വതയില്ലാത്ത തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്ത് വേദനിക്കുന്ന വ്യക്തികളും ഉണ്ടാകാം. അതുപോലെ വ്യക്തിപരമായിട്ടുള്ള ചില അസന്തുലിതാവസ്ഥകളും ജീവിതത്തിൽ നേരിടുന്നവരും ഉണ്ടാകാം. ഇതൊക്കെയായാലും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ജീവിതത്തിലെ പ്രയാസങ്ങളെ നേരിടാൻ ഈ വ്യക്തിക്ക് വളരെയധികം ശക്തിയുണ്ട്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ശക്തമായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ടും സാധിക്കും. ശത്രുക്കളോട് പോലും ഇവർ ഇടപെടുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഉണ്ടാക്കാതെ ബുദ്ധിപരമായിട്ട് ഇവർ നിൽക്കുന്നതും കാണാം. കൂടുതൽ പേരിലും നല്ല സാമർഥ്യമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. സ്വയം ചിന്തിക്കുവാനുള്ള കഴിവുണ്ട്, വാക്വൈഭവമുണ്ട്, ആരെയും വശീകരിക്കും. നല്ല ദാനശീലരാണ്, ഉദാരമതികളായിട്ട് വർത്തിക്കുന്നതാണ്. വരവ് ചെലവുകൾ ഇവരുടെ മനസ്സിനെ ബാധിക്കുകയില്ല. കുടുംബാംഗങ്ങളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഒക്കെ ഇവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും ഉണ്ടാവുക. ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഇവർക്ക് വളരെയധികം ശത്രുക്കളും ഉണ്ടാകാം. ആയതിനാൽ ഇവർ വളരെയധികം മുൻകരുതലുകളും എടുക്കണം. എളിയ കുടുംബത്തിൽ ജനിച്ച് ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് ഇവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഇവരുടെ ജീവിതത്തെപ്പറ്റി പറയുന്നത് 12 വർഷങ്ങൾ കൂടുന്ന ഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഏത് കാര്യത്തിലായാലും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇവർ അധികമൊന്നും ചിന്തിക്കുകയില്ല. നിശ്ചയദാർഢ്യവും കൃത്യനിഷ്ഠയും ഒക്കെ ഉണ്ടായിരിക്കും. ചെയ്യുന്ന തൊഴിലിൽ ഇവർ അഭിവൃദ്ധി പ്രാപിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ കളയുകയുമില്ല. ഇതുമൂലം ഇവരെ കുറേ പേരൊക്കെ മുതലെടുക്കാനായിട്ട് ശ്രമിക്കും. സ്വന്തമായിട്ട് അവരൊരു തൊഴിലിൽ ഏർപ്പെടുന്നതിനേക്കാട്ടിൽ കൂട്ടുത്തരവാദിത്തത്തോടെ ഇവർ എന്തെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെയധികം വിജയകരമായിരിക്കും. അടുത്തതായി നിങ്ങളുടെ വിധി സംഖ്യയായിട്ട് കിട്ടിയിട്ടുള്ളത് 4 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം. 22, 31, 40, 49, 58, 67, 76, 85, 94, 103 ഇത്രയും സംഖ്യകൾ സംയുക്ത സംഖ്യകളായിട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് 4 വിധിസംഖ്യയായിട്ട് കിട്ടിയെങ്കിൽ അതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 4 എന്ന വിധിസംഖ്യ രാഹു ഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ മുകൾ ഭാഗം മാത്രമുള്ള ഒരു നിഴൽ ഗ്രഹമാണ് രാഹു. ചിന്തയും സ്ഥിരമായിട്ടുള്ള ആശയങ്ങളും നൽകുന്ന രാഹുവിന് ശരീരമില്ല, ശിരസ്സാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സജീവമായിട്ടുള്ള നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ വിശകലന കഴിവും നിങ്ങളുടെ മാനസികമായിട്ടുള്ള ശക്തിയും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ആ ഒരു കഴിവും ഓർമ്മശക്തിയും ധാർമ്മികമായിട്ടുള്ള ശക്തിയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മാനസിക തലം അല്ലെങ്കിൽ ബൗദ്ധിക തലത്തിൻ്റെ ആ ഒരു ഉയർച്ച തന്നെയാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത്. രാഹുവിന് ശിരസ്സാണ് പ്രധാനമെന്ന് പറഞ്ഞു. അതിന് പ്രവർത്തിക്കുവാനാകില്ല, ചിന്തകൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അത് നമ്മൾ പ്രവർത്തിക്കേണ്ടുന്നത് നമ്മളുടെ ആ ഒരു മറ്റൊരു തലം കൊണ്ടാണ്. അതിനാൽ തന്നെ മാനസികമായിട്ടുള്ള ശക്തി ഉള്ളവരായിരിക്കും എന്ന് മാത്രമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുവാൻ പ്രവണതയുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ആൾക്കാരാണ്. സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിച്ച് അവരുടെ ജോലിയിൽ പൂർണ്ണത കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ ചില ജോലികളിൽ വളരെ എക്സ്പെർട്ടായിട്ട് തീരുന്ന ഇതിനുള്ള യോഗ്യതയുള്ള ആൾക്കാരാണ്. അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു അടിച്ചുറപ്പ്, അതായത് നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്ത് അവർ ജീവിക്കുന്ന ആൾക്കാരാണ്. വളരെ ഹമ്പിളായിരിക്കും അവരുടെ ആ ഒരു സ്വഭാവത്തിൽ തന്നെ കാണാം. വളരെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും. മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നത് അവരെ അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. മറ്റുള്ളവരുടെ ചിന്താഗതികൾ പരിഗണിക്കണമെങ്കിൽ തക്കതായിട്ടുള്ളൊരു കാരണം തന്നെ വേണം. അതല്ലെങ്കിൽ അവർ ജീവിതത്തിലെ മാറ്റങ്ങളെ ആഗ്രഹിക്കുകയില്ല. ഉറപ്പുള്ള കാര്യങ്ങളിൽ അവർ ഏർപ്പെടും, അതിൽ വിജയിക്കുകയും ചെയ്യും. വളരെ ആക്റ്റീവായിട്ട് അവർ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ധനവും
അറിവുമൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വളരെ ആക്റ്റീവായിട്ട് വളരെയധികം ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതുവഴി ജോലികൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുമാണ്. അതുപോലെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോയി അവർ ശ്രമിക്കുന്ന ആൾക്കാരാണ്. സത്യത്തിൽ ഇവർ പ്രയത്നിച്ചു കഴിഞ്ഞാൽ അത് നേടാൻ കഴിയുന്ന ആൾക്കാർ തന്നെയാണ്. അതുപോലെ അവരുടെ കുടുംബത്തോട് സ്നേഹവും വളരെയധികം സത്യസന്ധതയും പുലർത്തുന്ന ഉത്തരവാദിത്തമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. കുറച്ച് ബലഹീനതകളുണ്ട്. ജീവിതത്തിൽ എപ്പോഴും പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് എഫർട്ട് അതിന് വേണ്ടിയിട്ടിടും. ഒരുപാട് സമയം നഷ്ടപ്പെടും. സാവധാനത്തിലായിരിക്കും ഇവരുടെ വളർച്ച ഉണ്ടാകുന്നത്. ഇവരുടെ അഭിപ്രായങ്ങൾ മാറ്റിപ്പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവം ചില നേരങ്ങളിൽ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ തോന്നുന്നു ഇവർക്ക് ക്രിയേറ്റിവിറ്റി വളരെ കുറവാണെന്ന്. ഇവർ കൃത്യതയും ഗണിതവും ഒക്കെയാണ് ശ്രദ്ധിക്കുന്നത്. സാങ്കല്പിക ലോകത്തിൽ അധികം ഇവർ വിരാജിക്കാറില്ല. അതുപോലെ റിസ്ക് എടുത്ത് ജോലികൾ ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് വിജയിക്കുന്നവരാണ്. സ്ഥിര വരുമാനമൊക്കെ നേടിയെടുക്കാനായിട്ട് ഇവർക്ക് അതുവഴി സാധിക്കുകയും ചെയ്യും. ഇവരുടെ ജീവിതത്തിലൊരു പ്രത്യേകത, ചില ശത്രുക്കൾ മൂലം ഇവരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് നന്മയായിട്ട് വരും. വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ ചുവടും വെച്ച് ഇവർ മുന്നേറുന്ന ആൾക്കാരാണ്. ജീവിതത്തിൽ ഇവർ വാർദ്ധക്യകാലം എത്തുമ്പോൾ വളരെയധികം അടിയുറച്ച ഈശ്വരഭക്തരായി വളരെയധികം അർപ്പണബോധത്തോടെ നിൽക്കുന്നവരുമായിരിക്കും. അതുപോലെ ഇവരുടെ ചെറുപ്പകാലത്ത് ജീവിതം കുറച്ച് സങ്കീർണമായിട്ട് ഉണ്ടാകുമെങ്കിലും വാർദ്ധക്യകാലത്ത് സ്വസ്ഥമായിട്ടും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടായിത്തീരുന്നതും. അടുത്തതായി വിധി സംഖ്യ 5 ഫലങ്ങളാണ് പറയുന്നത്. 14, 23, 32, 41, 50, 59, 68, 77, 86, 95, 104 ഇത്രയും സംഖ്യകൾ സംയുക്ത സംഖ്യകളായിട്ട് വരുമ്പോഴാണ് വിധി സംഖ്യ 5 കിട്ടുന്നത്. അപ്പോൾ വിധി സംഖ്യ 5 ഫലങ്ങളിൽ ഇത് ഏറ്റവും ചെറിയ ഗ്രഹമായ ബുധൻ്റെ പ്രതീകമാണ്. നമ്പർ 5 മൂലകം ജലമാണ്. ലൈഫ് പാത്ത് നമ്പർ 5 വന്നിട്ടുള്ളവർ മറ്റുള്ളവരുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കാനും ആശയവിനിമയ കഴിവൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ഇവരുടെ വികാരങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ ഭയക്കുന്ന ആൾക്കാരല്ല. അതുപോലെ ഇവരുടെ ആ ഒരു ദേഷ്യം, അതായത് ചൂട് കുറയ്ക്കുകയും ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വിജയം വരിക്കുന്ന ആൾക്കാരാണ്. അവരതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. വളരെയധികം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. വളരെയധികം ഊർജ്ജസ്വലരുമാണ്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഇവർ പ്രവർത്തിക്കും. അതുപോലെ അവർ പറയുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചടുലതയോടെ പ്രവർത്തിക്കാനുമൊക്കെ വളരെയധികം താല്പര്യമുള്ള ആൾക്കാരാണ്. അത് അവരുടെ ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവാണെന്ന് തന്നെ പറയാം. അതുപോലെ നല്ല വശ്യതയുള്ള ആൾക്കാരായിരിക്കും. വാക്സാമർഥ്യം ഉണ്ടായിരിക്കുന്ന ആൾക്കാരുമാണ്. അതുപോലെ ഇവരുടെ പ്രത്യേകത എപ്പോഴും സുഖസമൃദ്ധിയൊക്കെ ഇവർ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ ചില സമയങ്ങളിൽ ഇവർ വളരെയധികം ചിന്തിക്കുന്ന ഓവർ തിങ്കിങ് ഇവരുടെ ജീവിതത്തിൽ ആ ഒരു പ്രശ്നമായിട്ട് വരുന്നതാണ്. ഇഷ്ടമുള്ള കാര്യം അമിതമായിട്ട് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അതിന് അഡിക്റ്റായിട്ട് മാറുന്ന ഒരു സ്വഭാവ വിശേഷവുമുണ്ട്. ഒന്നുകിൽ ഓപ്പോസിറ്റ് സെക്സായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് അമിതമായിട്ട് താല്പര്യം, സ്നേഹപ്രകടനമൊക്കെ കൂടുതലായിരിക്കും, അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ ഇവർക്ക് ഡ്രഗ്സൊക്കെ പിടിവീണ് ഇവർ അതിനെ അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇവരൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ബാലൻസ് ആയിട്ടുള്ളൊരു ലൈഫ് ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ഇവരുടെ ആ ഒരു സ്വഭാവ വിശേഷം അവർ വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ അച്ചടക്കത്തിൻ്റെ പ്രാധാന്യവും ജീവിതത്തിൽ തൊഴിലിൻ്റെ മഹത്വവും മടി മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ മറ്റുള്ളവർ പറഞ്ഞ് ഇവരെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രചോദനം കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഏറെക്കുറെ മാറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എപ്പോഴും തിരക്ക് വേണം, ജീവിതത്തിലൊരു തിരക്ക് പിടിച്ച ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു ആന്തരികമായിട്ടുള്ള ശക്തി കൂടുതലുള്ള ആൾക്കാരുമാണ്. വിൽ പവറൊക്കെ ഉണ്ടായിരിക്കും. സ്വയം തിരുത്തി വിജയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ആൾക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു റിബൽ സ്വഭാവം ഇവർ കാണിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ എതിർത്ത് സംസാരിക്കുവാനുള്ള ആ ഒരു പ്രവണത എപ്പോഴും കൂടുതലായിരിക്കും. കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ ഒരുപാട് ചാബല്യങ്ങൾ അതിൽ കടക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. ജീവിതം ഒരു ആ സമയത്ത് വളരെ ശ്രദ്ധയോട് തന്നെ നയിക്കേണ്ടതും ആവശ്യമാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളാണ് ഇതൊക്കെ. ഇവരുടെ ആ ഒരു ഘടകം എന്ന് പറയുന്നത് ജലഘടകമാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ അസംതൃപ്തി ഉണ്ടാകും. ബാലൻസ് കിട്ടാത്ത ഒരു സാഹചര്യമായിരിക്കും ജീവിതത്തിൽ സംജാതമാകുന്നത്. ചില സമയങ്ങളിൽ മനസ്സിലുള്ളത് ഇവർ പുറത്ത് കാട്ടുകയില്ല. ആയതിനാൽ തന്നെ ഇവരെ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. പലപ്പോഴും വളരെ ആലോചിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുപോലെ ഇവർക്ക് 40 വയസ്സിന് ശേഷമായിരിക്കും നല്ല കാലം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പുരോഗതി കുറച്ച് മന്ദഗതിയിലായിരിക്കും അതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു നല്ല നിലയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് പിറകോട്ട് നോക്കേണ്ടി വരികയില്ല. നല്ല സംതൃപ്തമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നത്.
അടിയുറച്ച ഈശ്വര വിശ്വാസമുള്ള വ്യക്തികളായിരിക്കും വിധിസംഖ്യ 5 അതുപോലെ വളരെ നിർമ്മല ഹൃദയരായിട്ടുള്ള ആൾക്കാരുമായിരിക്കും. അടുത്തതായി വിധിസംഖ്യ 6 വരുന്നവർക്കുള്ള ഫലങ്ങളാണ്. 15, 24, 33, 42, 51, 60, 69, 78, 87, 96, 105 ഇത്രയും സംഖ്യകൾ സംയുക്ത സംഖ്യകളായിട്ട് വന്നതിന് ശേഷം 6 വിധിസംഖ്യയായിട്ട് കിട്ടുന്ന ആൾക്കാരുടെ ഫലങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശുക്രൻ്റെ ഗ്രഹമാണ് നമ്പർ 6 എന്ന് പറയുന്നത്. ദോഷങ്ങൾക്ക് ഗുരു എന്നാണ് ശുക്രനെ അറിയപ്പെടുന്നത് തന്നെ. അവസരങ്ങൾ കണ്ടെത്തി നേടുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ പിന്തുണ ധാരാളമായിട്ട് കിട്ടുന്ന ആൾക്കാരുമാണ്. സ്വന്തം പാത സൃഷ്ടിക്കുന്നതിന് മറ്റുള്ളവരുടെ മാർഗം കാട്ടിക്കൊടുക്കുന്നതിലും ഇവർ വിജയിക്കുക തന്നെ ചെയ്യും. ഇവരുടെ മൂലകം എന്ന് പറയുന്നത് ഭൂമിയാണ്. അതുപോലെ ഇവരുടെ അയൽവാസി അല്ലെങ്കിൽ സുഹൃത്ത്, പങ്കാളികൾ ഇവരോടൊക്കെ നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇവർ വിജയിക്കുക തന്നെ ചെയ്യും. ഒരു കഠിനാധ്വാനിയും അച്ചടക്കമുള്ള ഒരു വ്യക്തിയും ഉത്തരവാദിത്തം മനസ്സിലാക്കുന്ന ഒരാളുമായിരിക്കും. ഏറ്റവും കൂടുതൽ ഒരു പരിപോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. കുടുംബത്തിൻ്റെ ഐക്യം, ഒരു ടീമിലാണെങ്കിൽ അവരുടെ ഐക്യം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെയാണ്. ഒരു നാടിനെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ ബന്ധുക്കളെയോ ഒക്കെ ഒന്നിച്ചു നിർത്തുവാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും. സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇതിനെ കണക്കാക്കാം. അതുപോലെ മിതഭാഷിയായിട്ട് ചില കാര്യങ്ങൾ അവർ പറയുന്നത് വളരെ കൃത്യതയോടുകൂടി സമാധാനം ആഗ്രഹിച്ച് ചില കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും. ഹൃദയത്തിൽ സ്നേഹം സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. സുഹൃത്തുക്കൾ അവർക്ക് ധാരാളമായിട്ടുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുന്ന ആൾക്കാരുമാണ്. അതേസമയം മറ്റുള്ളവരെ പരിചരിക്കുവാനും സ്നേഹിക്കുവാനും എപ്പോഴും കഴിയുന്ന ആൾക്കാരാണ്. ഇവർ സ്വന്തം കുടുംബത്തെ സഹായിക്കും. മാതാപിതാക്കൾക്ക് അനുസരണമായിട്ട് അവർ പ്രവർത്തിക്കും. എന്ത് കാര്യങ്ങളിലൊക്കെ ആയാലും പരിഹാരം കണ്ടെത്തുവാനും ഒരു പ്രശ്നങ്ങളെ ഉണ്ടാകാതെ കുടുംബത്തെ നിലനിർത്തുവാനും ഇവരെപ്പോഴും ശ്രമിക്കും. അതുപോലെ മറ്റാളുകളോട് ഇടപഴകുന്നത് ഇഷ്ടമുള്ള ആൾക്കാരാണ്. മറ്റുള്ളവരുടെ കാര്യം സ്വന്തം കാര്യത്തേക്കാൾ പ്രാധാന്യം കൊടുത്ത് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യും. ചുറ്റുമുള്ള അസ്വസ്ഥമായിട്ടുള്ള ഒരു ചുറ്റുപാട് അവർക്ക് വളരെയധികം അരോചകമാണ്. അതിനായിട്ട് ചുറ്റുമുള്ളവരെ എപ്പോഴും ഇവരെ ശാന്തരാക്കി നിർത്താനായിട്ട് ശ്രമിക്കും. ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണത്. ഇവരുടെ ആ ഒരു ചിന്താഗതി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഇവരെ മറ്റുള്ളവർ മുതലെടുക്കുകയും ചെയ്യും. പരിധി വിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഇവർ ഒഴിഞ്ഞു വെക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടാറില്ല. നീതിയും ന്യായവും ഒക്കെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ സഹായിക്കുവാനുള്ള സന്നദ്ധത എത്ര തന്നെ പഠിച്ചാലും വീണ്ടും അത് അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർ അതിന് വില കൊടുക്കാതെ ഇരിക്കുന്ന ആ ഒരു അവസരം എപ്പോഴും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബലഹീനതകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ അലസത വന്നു കൂടിക്കഴിഞ്ഞാൽ വളരെയധികം അലസരായിട്ട് തന്നെ മാറും. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ ഒരു തെറ്റായ ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ അധികം അവിടെ സഞ്ചരിച്ചേക്കാം. ചീത്ത സുഹൃത്തുക്കൾ അവരെ വലയം ചെയ്യാം. ഇവരുടെ പ്രയത്നത്തിന് തക്ക ഒരു ഫലം കിട്ടാതെ വരുന്ന അവസ്ഥയും ഉണ്ടായി വരാം. നല്ല മനസ്സുറപ്പുണ്ട്, പക്ഷേ നിഷ്കളങ്കരായിരിക്കും. ഇവർക്ക് തുല്യരായിട്ട് നിൽക്കുന്നവരോട് സൗഹൃദം പുലർത്തുന്നതാണ് ഇവരുടെ ജീവിതത്തിന് നല്ലത്. സമ്പാദിക്കുന്ന കാര്യത്തിൽ ചില സമയങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടായിരിക്കുകയില്ല. ആത്മീയ കാര്യങ്ങളിലൊക്കെ മുഴുകി കഴിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും കടാക്ഷം ഒരുപോലെ ഇവർക്ക് വന്നു ചേരുന്നതാണ്. വിദ്യാഭ്യാസത്തിലൊക്കെ ഇവർ ഉയർന്ന നിലയിൽ പോകുന്നതാണ്. സ്നേഹസമ്പന്നരായിരിക്കുന്നതാണ്. അതുപോലെ വികാരജീവികളുമായിരിക്കും. വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സംഖ്യ തന്നെയാണ് വിധിസംഖ്യ 6. ഇവർക്ക് ലക്ഷ്മി കടാക്ഷം ധാരാളം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അനാവശ്യമായിട്ട് ഇവർ പൈസ ചിലവഴിക്കുവാനായിട്ട് മടിക്കുന്നവരാണ്. എന്നാൽ അവർ വലിയ ലുബ്ധന്മാരൊന്നും ആയിരിക്കുകയില്ല. ആവശ്യം പറഞ്ഞ് എല്ലാവരെയും സഹായിക്കുകയും ചെയ്യും. പണവും പദവിയും ഒന്നും കാണിച്ചവരെ മോഹിപ്പിക്കുവാനും കഴിയുകയില്ല. സംഭവിച്ച കാര്യങ്ങൾ ഈശ്വരഹിതം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. അടുത്തതായി നമ്മൾ നോക്കുന്നത് വിധിസംഖ്യ 7 വരുന്നവരുടെ ഫലങ്ങളാണ്. 16, 25, 34, 43, 52, 61, 70, 79, 88, 97, 106 ഇത്രയും സംഖ്യകൾ സംയുക്ത സംഖ്യകളായിട്ട് വന്നതിന് ശേഷം ആണ് നമുക്ക് വിധിസംഖ്യ 7 കിട്ടുന്നത്. ഇതിൻ്റെ ഫലങ്ങളിൽ കേതു ഗ്രഹമാണ് വിധിസംഖ്യ 7 പ്രതീകമായിട്ടുള്ളത്. നിഴൽ ഗ്രഹങ്ങളിലൊന്ന് അതാണ് കേതു ഗ്രഹം. ശരീരത്തിൻ്റെ താഴ്ഭാഗമാണ് അതിനെ കണക്കാക്കുന്നത് തന്നെ. മറ്റുള്ളവരെ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. തലയും കണ്ണും കൊണ്ട് ചിന്തിക്കുന്നതല്ല, ഹൃദയം കൊണ്ടാണ്, വികാരം കൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ജീവിതത്തിൽ മറ്റ് വ്യക്തികളുടെ സ്വാധീനം നിറയെ അവസരങ്ങളിൽ ഇവർക്ക് ഉണ്ടാകും. 7 എന്ന നമ്പർ നിങ്ങളുടെ ആ ഒരു വിധിസംഖ്യയായിട്ട് വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു സംഖ്യ തന്നെയാണ്. നിങ്ങളുടെ 6ാം ഇന്ദ്രിയം ഉള്ള ആൾക്കാർ തന്നെയാണ്. അതായത് 6th സെൻസ് ഉള്ള ആൾക്കാരാണ്.
വളരെയധികം ആകാംക്ഷയുള്ള ആൾക്കാരാണ്. കേതുവിൻ്റെ മൂലകമായിട്ട് വരുന്നത് ഭൂമിയാണ്. ഈ ഒരു വിധിസംഖ്യ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ വൈകാരിക തലം നിങ്ങളുടെ ഏകദേശം പൂർണ്ണമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളെയൊക്കെ നേരിടാനായിട്ട് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വളരെയധികം ശക്തിയുണ്ട്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. ജീവിതത്തിൽ അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന സത്യാന്വേഷകരാണ്. ആത്മീയവും സ്പിരിച്വലുമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ അവരുടെ ആ ഒരു ആത്മീയത തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത്. ഒരുപാട് അറിവുകൾ സമ്പാദിക്കുവാനുള്ള ഒരു അനുഗ്രഹം അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അത് മറ്റുള്ളവർക്ക് ശരിയായിട്ട് പകർന്നു കൊടുക്കുവാനും അവർക്ക് കഴിയും. അതുപോലെ തന്നെ ഗഗനമായിട്ട് എന്ത് കാര്യത്തിനെയും അവർ വിശകലനം നടത്തി സ്വന്തം കാഴ്ചപ്പാട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനായിട്ട് ഇവർക്ക് വളരെയധികം മിടുക്കുണ്ട്. ചിലപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് അന്തർമുഖത അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ടായിട്ട് നമുക്ക് തോന്നും. തനിച്ചിരിക്കുവാനും സ്നേഹം പുറമേ കാണിക്കുകയില്ല. ഉള്ളിൽ സ്നേഹം ധാരാളമായിട്ടുണ്ട്. സുഹൃത്തുക്കളൊക്കെ വളരെ കുറവായിരിക്കും. ഇവർക്ക് ഒരു അന്തർജ്ഞാനം ഉണ്ടായിരിക്കും. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിപരമായിട്ട് തന്നെ ആ ഒരു രീതിയിൽ അവർ പ്രവർത്തിച്ച് അതിൽ വിജയം വരിക്കുക തന്നെ ചെയ്യും. കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് അത് പ്രായോഗികമാക്കി വെക്കും. ഈശ്വരൻ്റെ ഒരു കൃപാ കടാക്ഷമുള്ള ആൾക്കാർ തന്നെയാണ്. പെട്ടെന്ന് അവരെ പ്രകോപിപ്പിക്കാനൊന്നും കഴിയുകയില്ല. അതുപോലെ സ്വയം വിമർശിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് തെറ്റുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ സ്വയം അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അറിവുകളുണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കാനായിട്ട് പഠനത്തിലായാലും എന്ത് പ്രവൃത്തിയിലായാലും മുന്നിലേക്ക് അവർ പോകുവാനും മറ്റുള്ളവരെ ഉയർത്തുവാനും ഇവർ ശ്രമിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും ഇവർക്ക് കഴിയും. ഇവരുടെ മനസ്സെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ചിന്തകൾ കൂടുതലും സ്പിരിച്വലായിട്ടായിരിക്കും. കൂടുതലായിട്ടും ജീവിതത്തിൽ ധനത്തെപ്പറ്റിയൊന്നും ചിന്തിക്കാറില്ല. അതൊന്നും അട്രാക്റ്റ് ചെയ്യണമെന്ന് വലുതായിട്ട് തോന്നാറില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും അവർക്ക് ഉണ്ടായേക്കാം. ബന്ധുക്കളായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റൊക്കെ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. ഒന്നിനോട് ചിലപ്പോഴൊരു ആഗ്രഹമില്ലാത്ത ആൾക്കാരായിട്ട് നിൽക്കുമെങ്കിലും ഇവർ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് വളരെയധികം മാനസികമായിട്ട് ശക്തിയുള്ള ആൾക്കാരായിരിക്കും. യൗവനകാലത്ത് ഇവർ വളരെ സ്വതന്ത്രരായിട്ട് ജീവിക്കുമെങ്കിലും വാർദ്ധക്യത്തിൽ ഇവർ മറ്റുള്ളവരുടെ കർശനമായിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും കഴിയേണ്ടി വരുന്നത്. ആരെയും പെട്ടെന്ന് ആകർഷിക്കും. അത്ഭുതകരമായിട്ടുള്ള ശക്തി വിശേഷങ്ങളുള്ള ആൾക്കാരുമാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുകയും ചെയ്യും. ഇവരുടെ പ്രത്യേകത വളരെയധികം മനുഷ്യത്വമുള്ള ഒരു സ്വഭാവമായിരിക്കും ഇവർ കാട്ടുന്നത്. കിട്ടുന്ന വരുമാനം ഉണ്ടെങ്കിൽ അത് കൃത്യതയോടെ ചെലവഴിച്ച് മാനമര്യാദയ്ക്ക് ജീവിക്കണമെന്ന ഒരു വിശ്വാസമുള്ള അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും. ജീവിതത്തിൽ അവർക്ക് സംതൃപ്തവും സമാധാനപൂർണവുമായിട്ടുള്ള ജീവിതമായിരിക്കും നയിക്കുവാനായിട്ട് സാധിക്കുക. അടുത്തതായി വിധിസംഖ്യ 8 വരുന്നവരുടെ ഫലങ്ങളാണ് നോക്കുന്നത്. 17, 26, 35, 44, 53, 62, 71, 80, 89, 98, 107 ഇത്രയും സംഖ്യകൾ സംയുക്ത സംഖ്യകളായി വരുന്നവർക്കാണ് വിധിസംഖ്യ 8 വരുന്നത്. അപ്പം വിധിസംഖ്യ 8 വരുന്നവരുടെ ഗ്രഹം എന്ന് പറയുന്നത് ശനി ഗ്രഹമാണ്. ശനി ഗ്രഹത്തിൻ്റെ പ്രതീകമാണ് 8. ഇതിൻ്റെ മൂലകം വായുവാണ്. നിങ്ങളുടെ കർമ്മങ്ങൾക്ക് ഫലം നൽകുന്ന നീതിയുടെ ദൈവമാണ് ശനി. വായു പോലെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശനിയുടെ അസ്തിത്വം ഉണ്ടാകും. മൂലകമായ വായുവാണ് വർദ്ധിക്കുന്നത് തന്നെ. ഉത്തരവാദിത്വം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയും കഠിനാധ്വാനിയും അച്ചടക്കമുള്ള ഒരു വ്യക്തിയുമായിരിക്കും. ജീവിതത്തിൽ ധനം, അധികാരം, സമൃദ്ധി എല്ലാം കൊണ്ടുവരുവാൻ പ്രാപ്തിയുള്ള നമ്പറായിട്ടാണ് വിധിസംഖ്യ 8 കണക്കാക്കുന്നത്. നല്ല ലീഡർമാരായിട്ട് ഇവർ വർദ്ധിക്കുകയും ചെയ്യും. ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിപരമായിട്ട് കഴിവുള്ള ആൾക്കാരാണ്. ഇവർക്കും ഒരു സിക്സ്ത് സെൻസ് പോലെ പല കാര്യങ്ങളിലും മുന്നിൽ കണ്ട് ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ട്. കരുത്തുറ്റ ആൾക്കാർ തന്നെയാണ് ശരീരവും മനസ്സും. ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രയത്നിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ജീവിതത്തെപ്പറ്റി ഒരു വിഷൻ തന്നെ ഉണ്ടായിരിക്കും. നല്ലതും ചീത്തയും ഒക്കെ മനസ്സിലാക്കി പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. ജീവിതത്തിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് അവർ വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ്. അതുപോലെ തന്നെ മനസ്സ് പവർഫുള്ളായിട്ടുള്ള ഒന്നായിട്ട് ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടി എപ്പോഴും നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ ഇവർക്കുള്ളൊരു ഭാഗ്യം, ഇവർ പോസിറ്റീവായിട്ട് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇവർ അത്ഭുതകരമായിട്ട് ജീവിതത്തിൽ നടന്നു കിട്ടാനായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഭാഗ്യമുള്ള ആൾക്കാരാണ്. നല്ല രീതിയിൽ മാനസികമായിട്ട് ഇവർ ശക്തിയുള്ള ആൾക്കാരുമായിരിക്കും. ജീവിതം വളരെ ബാലൻസായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ആൾക്കാരാണ്. ഇവരുടെ ബലഹീനതകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. അലസത ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. തെറ്റായ ദിശകളിലേക്ക് ഇവർ സഞ്ചരിക്കാം. സുഹൃത്തുക്കൾ വഴി ഇവർക്ക് ദോഷങ്ങൾ വരാം. ഇവർ പ്രയത്നിക്കുന്നതിനനുസരിച്ച് ഫലങ്ങൾ കിട്ടാതെ വരുന്ന ചില സമയങ്ങളും ഉണ്ടാകാം. എങ്കിലും ജീവിതത്തിൽ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമേ ഇവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമുള്ളൂ.
ജീവിതത്തിൻ്റെ ഒരു വേളയിൽ ഇവർ ഈശ്വര സേവയായിരിക്കും ഔഷധ സേവയേക്കാൾ അധികമായിട്ട് അവർക്ക് ആശ്വാസം കൊടുക്കുന്നത്. തർക്കം നടക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഇവർ ഒഴിഞ്ഞു മാറി നിൽക്കും. ഉന്നതമായിട്ടുള്ള ആശയങ്ങളും ഇവർക്കുണ്ടായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ നല്ല മാർഗ്ഗങ്ങൾ എപ്പോഴും സ്വീകരിച്ചു വന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം എപ്പോഴും അവർക്കുണ്ടാകും. ഉയർന്ന നിലയും കൈവരുന്നതാണ്. മറ്റുള്ളവരുടെ ആദരവും അഭിനന്ദനവും ഇവർ ആർജിക്കും. അതുപോലെ ഇവരുടെ കുടുംബജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയുമായിരിക്കും. അന്യർക്ക് ഗുണം ചെയ്യുന്ന പ്രവൃത്തിയല്ലാതെ ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യുവാനായിട്ട് ഇവർ ഒരുമ്പിട്ടിറങ്ങുകയില്ല. ഇവരുടെ ജീവിതത്തിലൊരു മധ്യപ്രായമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജീവിതത്തിൽ കുറച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്നത്. അപ്പോഴൊക്കെ ഇവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒക്കെ സഹായം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന വ്യക്തികളായിട്ട് ഇവർ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിജയിക്കുന്നതാണ്. സാമൂഹ്യ സേവകരോ സാമൂഹ്യ പരിഷ്കർത്താക്കളോ ഒക്കെ മാറുന്നതാണ്. വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇവർക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ വളരെ കരുതലും ധൈര്യവും ഒക്കെ ഉണ്ടായിരിക്കും. ഇവർ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഇവരുടെയൊക്കെ കൂടെ ഇവർക്ക് വിജയപ്രദവും അതുപോലെ സന്തോഷകരവുമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കുവാനുള്ള ഭാഗ്യമുള്ള ആൾക്കാർ തന്നെയാണ്. അടുത്തതായി വിധി സംഖ്യ 9 വരുന്നവർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 18, 27, 36, 45, 54, 63, 72, 81, 90, 99, 108 ഈ സംഖ്യകളൊക്കെ സംയുക്ത സംഖ്യകളായിട്ട് വരുമ്പോഴാണ് വിധി സംഖ്യ 9 കിട്ടുന്നത്. 9നെ സൂചിപ്പിക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വാഗ്രഹത്തിനെ ചൂട് അല്ലെങ്കിൽ ഊർജത്തിൻ്റെ ദേവതയായിട്ടാണ് കണക്കാക്കുന്നത്. ചൊവ്വയെ ഭൂമിയുടെ മകനായിട്ട് കണക്കാക്കുന്നുണ്ട്. എല്ലാ ഊർജവും മനസ്സിൽ നിന്നും ആരംഭിക്കാനും അത് പ്രവർത്തിക്കാനും ചിന്തകൾക്ക് കൂടുതൽ ശക്തിയും ഉണർവും കൊണ്ടുവരാനും സാധിക്കുന്ന വിധി സംഖ്യയാണ് 9 ഉള്ളവർക്ക് ഫലമായിട്ട് സിദ്ധിക്കുന്നത്. മാനസികമായിട്ടുള്ള ഉയർച്ച അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള സന്തോഷം ഇവർ നേടുന്നതാണ്. സമൂഹത്തെ സേവിക്കുവാനായിട്ട് സന്നദ്ധരാണിവർ. ഒന്നിനോടും ഭയത്തോടെ നിൽക്കുന്ന ആൾക്കാരല്ല. മുൻധാരണയോടുകൂടി വിലയിരുത്തി കാര്യങ്ങളെ സമീപിക്കും. ഓർമ്മശക്തി ഉള്ള ആൾക്കാരായിരിക്കും. ഭൂതകാലം വ്രണപ്പെടുത്തുന്ന ആൾക്കാരുമായിരിക്കും. നിസ്സാരമായിട്ട് ഇവർ എന്തിനേയും നേരിടുന്നത് പലപ്പോഴും കാണാം. വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാനായിട്ട് തുടർച്ചയായിട്ട് ഇവർക്ക് പരിശ്രമിക്കേണ്ടതായിട്ട് വരും. ഇവർക്ക് പ്രത്യേകിച്ച് പണം സമ്പാദിച്ചു കൂട്ടണമെന്നോ എന്തെങ്കിലും പ്രത്യേക വസ്തുക്കളോ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് പ്രത്യേക ഒരു ലക്ഷ്യങ്ങളൊന്നും വയ്ക്കാറില്ല. ലീഡർഷിപ്പൊക്കെ ഉണ്ടായിരിക്കും. അനീതിക്കെതിരായിട്ട് അവർ പ്രതികരിക്കുകയും ചെയ്യും. എവിടെ ഒറ്റപ്പെട്ടു പോകുന്നുവോ അവിടെയെല്ലാം ഇവർ ഈ പ്രതികരിച്ചതിൻ്റെ പേരിലായിരിക്കും ഒറ്റപ്പെട്ടു പോകുന്നത്. അതുപോലെ ഇവർക്കുള്ളൊരു ഗുണമാണ് ഇവർക്ക് അധ്യാപകരായിട്ട് മറ്റുള്ളവരെ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ഒരു മെൻറ്റർഷിപ്പിലൊക്കെ ഇവർ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിക്കും. അതുപോലെ ഇവരുടെ ഒരു പോരായ്മയുണ്ട്. മറ്റുള്ളവരുടെ സഹായം ആവശ്യമാകുന്ന ഘട്ടത്തിൽ പോലും അതൊന്നും ചോദിക്കാതെ അതൊരു കുറച്ചിലായിട്ട് ഇവർ മറ്റാരോടും സഹായം ചോദിക്കാതെ നിൽക്കുന്നത് കാണാം. ഒരു ആത്മാഭിമാനം കൂടുതലായിട്ട് കാണിക്കുന്ന കൂട്ടരാണ്. എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരായതിനാൽ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചു കൊടുക്കാനായിട്ട് പെട്ടെന്നൊന്നും തയ്യാറാവാത്ത ആൾക്കാരുമാണ്. ബുദ്ധികൂർമ്മതയും മനോബലവും ഒക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും വേണ്ടത്ര വരുമാനം ഉണ്ടാക്കാതെ വിഷമിക്കുന്ന അവസരങ്ങളുമുണ്ട്. കടുത്ത വാക്കുകൾ ഉപയോഗിക്കുവാനായിട്ട് മടിയില്ലാത്ത ആൾക്കാരുമാണ്. അർഹതയുള്ള പല പദവികളും ഇവർക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ടാകും. അതൊക്കെ ഇവരുടെ ജീവിതത്തിന് നല്ല രീതിയിൽ വർദ്ധിക്കും. പല തരത്തിലുമുള്ള ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഘട്ടമായിരിക്കും അത്. ആശ്രയിച്ച് വരുന്ന ആൾക്കാർക്കൊക്കെ അഭയം കൊടുക്കുന്ന ആൾക്കാരുമാണ്. എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം പ്രകടിപ്പിക്കും. എപ്പോഴും കുടുംബസ്നേഹമുള്ള ആൾക്കാരുമായിരിക്കും. പൊതുവെ ഇവരുടെ ഒരു പ്രത്യേകത ഇവർ വളരെ സന്മനസ്സുള്ള ആൾക്കാരായതിനാൽ തന്നെ സമാധാനം ഇവരെപ്പോഴും സിദ്ധിക്കുന്നതാണ്. ജീവിതത്തിൽ പല പ്രതിസന്ധികളെ നേരിടുന്ന സമയത്തും ഈശ്വരാധീനം കൊണ്ട് മാത്രം അവയെല്ലാം അവർ നിസ്സാരമായിട്ട് തരണം ചെയ്യുന്ന ആൾക്കാരാണ്.